Hello friends, welcome to Kinz food and blog. It's me Shamlal. Guys, അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പായസം പരിചയപ്പെടുത്താനാണ്. വേറെ ഒന്നല്ല, നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു പായസം ഉണ്ടാക്കാൻ പറ്റും. സോ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, കഴിച്ച് നോക്കി, വളരെ ടേസ്റ്റിയാണ്. ഇവിടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പായസമാണ്. സോ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻ കഴുകിയെടുത്ത് നമ്മൾ സ്റ്റൗമേ ചൂടാക്കാൻ വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അരക്കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ ഒരു സ്പൂണോളം നെയ്യൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഒരു നെയ്യും വെള്ളമൊക്കെ തിളയ്ക്കണ വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് വെള്ളമാണ് വെച്ചായിരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കപ്പോളം അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിപ്പൊടിയും വെള്ളം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം പാകമായിട്ടുണ്ട്. നന്നായിട്ട് ഇളകി എല്ലായിടത്തും കറക്റ്റ് വെള്ളം അതുപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിപ്പൊടി നനച്ചത് വെച്ചിട്ട് നമുക്ക് ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ബോൾസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അധികം തടി പാടില്ല എന്നുള്ളൂ, ചെറുതായിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പൊരി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചോറിൻ്റെ ഷേപ്പിലൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള ബോൾസ് നമുക്ക് എന്തോരം വേണം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എത്രത്തോളം കൂടുതൽ ഉണ്ടാക്കണോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നമുക്കിത് മാക്സിമം എത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഈ ചെറിയ ബോൾസ് പോലെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ കുറേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്നിടത്തോളം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ബോൾ ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ബോൾ നമ്മൾ നനച്ച് ശരിക്കും അരിപ്പൊടി വെള്ളം പോലെ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നീക്കി വെച്ചേക്കണേ. ഇനി നമുക്കിതിനകത്ത് ചൊവ്വരി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിന് വേറെ സാഗാന്നോ അങ്ങനെ വേറെ എന്താണ്ടൊക്കെ പേര് പറയും. അപ്പോൾ ഈ ഒരു ചൊവ്വരി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിരുന്നു. അധികം വേണ്ട, നമുക്ക് ഒരു അതിൻ്റെ പകുതിയത്തോളം എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെള്ളം നമുക്ക് സ്റ്റൗവിലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചൗവരി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം നല്ല രീതിയിൽ ചൂടാക്കി തിളപ്പിച്ചൊന്ന് എടുക്കണം. ഇപ്പോൾ ഈ ഒരു സംഭവം നല്ല രീതിയിൽ തിളച്ച് ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എങ്ങനെ പായസം ഉണ്ടാക്കണേ നോക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നേരത്തെ എടുത്ത പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1/2 ലിറ്ററോളം പാലാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് എന്തോരം പാൽ ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ചേർക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിനുശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ചൊവ്വരി നമ്മൾ വെള്ളത്തിലിട്ട് കുറുക്കി നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു അരിപ്പൊടിയുടെ ബോൾ വെള്ളത്തിലേക്ക് കുറുക്കിയിട്ട് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടിയുടെ ബോൾ തന്നെ വേണമെന്നില്ല, അരിപ്പൊടിയിൽ കുറുക്കി ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി തിളയ്ക്കണ വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി തന്നെ ഇടുന്നില്ല, പക്ഷേ ഏലക്കപ്പൊടി ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു അരിപ്പൊടിയുടെ ബോൾസ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആ ഒരു അരിപ്പൊടിയുടെ ബോളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടണവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു അരിപ്പൊടിയുടെ ബോൾ ഒരു 3-4 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ മധുരങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ശർക്കര ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഒരു കളറും അതുപോലെ തന്നെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. ഇപ്പോൾ പഞ്ചസാര ഇടുന്നവർക്കാണെങ്കിൽ പഞ്ചസാര ഇടാം, പക്ഷേ ശർക്കര ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ശർക്കര ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ശർക്കര ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് കുറച്ച് നേരം വേവിക്കാൻ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു വൈറ്റ് കളറൊക്കെ മാറി ചെറിയൊരു ക്രീം കളറായിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയൊരു കുറുക്ക് പോലെ ആയിട്ടുണ്ട്. അതായത് ആ ഒരു പാല് ശരിക്കും കുറുകി ഇത്തിരി കട്ടിയായിട്ടുണ്ട്. ഈ ഒരു പാനിൻ്റെ മുക്കാൽ ഭാഗത്തോളം പായസം ഉണ്ടായിരുന്നതായിരുന്നു. അതിനുശേഷം ചൂടാറാൻ വെച്ചപ്പോൾ തന്നെ കുറേയൊക്കെ എടുത്ത് കുടിച്ച് തീർന്നു. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറി വന്നപ്പോഴേക്കും നല്ല രീതിയിൽ കട്ടയും നല്ല രീതിയിൽ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.